നെഹെമ്യ അധ്യായം 2. നെഹെമ്യ ജെറുസലേമിലേക്ക്. അത് അർത്താർക്സക്സസ് രാജാവിൻ്റെ 20-ാം വർഷം നീസാൻ മാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീഞ്ഞുണ്ടായിരുന്നു. ആ വീഞ്ഞ് ഞാൻ രാജാവിന് പകർന്നു കൊടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദുഃഖിതനായിരുന്നില്ലെങ്കിലും രാജാവ് എന്നോട് ചോദിച്ചു, നീ രോഗിയല്ലാതിരുന്നിട്ടും നിന്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ത്? ഇത് ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഞാൻ വളരെയേറെ ഭയന്നുപോയി. ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ ജീവിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കബറിടങ്ങളുടെ നഗരം ശൂന്യമായും അതിൻ്റെ കവാടങ്ങൾ അഗ്നിഗ്രസ്തമായും ഇരിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ ദുഃഖിക്കാതിരിക്കും? രാജാവ് എന്നോട് ചോദിച്ചു, ഇതെന്തിനെ സംബന്ധിച്ചാണ് നീ അപേക്ഷ ഉണർത്തിക്കുന്നത്? അപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, രാജാവിന് തൃപ്തികരമെങ്കിൽ, നിന്റെ ദാസൻ നിന്റെ മുമ്പിൽ സംപ്രീതനെങ്കിൽ, എൻ്റെ പിതാക്കന്മാരുടെ കബറിടങ്ങളുടെ നഗരത്തിലേക്ക്, യൂദായിലേക്ക് എന്നെ നീ അയക്കണം.